മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ എന്തായാലും മഹിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും താൻ ഇന്ന് അവിടെ ഇരുന്നു അമ്മയുടെ കൂടെ, നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം കരുണയും മുത്തശ്ശിയും പ്രതാപനും കൂടി ഒന്നിച്ച് കിടക്കുകയാണ് കേട്ടോ. ഒന്നിച്ച് കിടന്നിട്ടാണ് അവർ ഭയങ്കര സ്നേഹത്തോടു കൂടി കരുണയെ രണ്ടുപേരും കൂടിയിട്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ്. കരുണയ്ക്ക് അമ്മയുടെ സ്നേഹം എന്തായാലും കരുണയ്ക്ക് കിട്ടണില്ലല്ലോ, അമ്മയുടെ സ്നേഹം മുഴുവനായിട്ടും കരുണയ്ക്ക് വേണമെന്നാണ്. അതേപോലെ മോഹിൻ്റെ കൂടെ മഹാലക്ഷ്മിയും കിടക്കുകയാണ് കേട്ടോ. കരുണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളില്ലായിരുന്നു എങ്കിൽ എനിക്ക് അമ്മയുടെ സ്നേഹം മുഴുവനായിട്ട് കിട്ടുമായിരുന്നു. ഇവളാ മരിച്ച സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു, ആ സ്നേഹം മുഴുവനും എനിക്കാണ്. അതേസമയം മഹാലക്ഷ്മി ഇങ്ങനെ ചിന്തിക്കുകയാണ്, താൻ ഇന്ന് വരെ ഒരു സ്നേഹവും അറിഞ്ഞിട്ടില്ല, ഒരു അച്ഛൻ്റെ സ്നേഹമോ ഒരമ്മമ്മയുടെ സ്നേഹമോ അങ്ങനെ ഒരു സ്നേഹവും താൻ അറിഞ്ഞിട്ടില്ല. താൻ ചെറുതാകുമ്പോൾ പോലും തൻ്റെ അമ്മയ്ക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കാണും, രണ്ടാനച്ഛനാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അച്ഛൻ കാണും. അതുകൊണ്ട് അമ്മയ്ക്ക് ഉള്ളു തുറന്ന് തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. താൻ എന്നാണോ കണ്ണേട്ടനെ കല്യാണം കഴിച്ചത് അന്ന് മുതലാണ് തൻ്റെ അമ്മയ്ക്ക് തന്നോട് സ്നേഹിക്കാനും അതുപോലെ തനിക്ക് തൻ്റെ അമ്മയോട് എന്തെങ്കിലും കൊടുക്കാനും എല്ലാം കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മോഹിനിയെ അങ്ങനെ മഹാലക്ഷ്മി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയാണ്, മോഹിനി ഇങ്ങനെ പറയണം, മോളെ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എൻ്റെ മോളുടെ കൂടെ എനിക്ക് ഭയങ്കര സംശയമാണ്, എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പറയണം. ഇവർ മൂന്ന് പേരും അന്നും ഇതുപോലെ ഇരുന്നപ്പോഴാണ് എൻ്റെ മോൾക്ക് ആ ദുരന്തം സംഭവിച്ചത്, അത് തന്നെയാണ് എനിക്ക് പേടി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മേ എന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈശ്വരൻ കൊടുക്കും, അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, അങ്ങനെയൊന്നും വരില്ല അമ്മേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ മുത്തശ്ശിയോട് ഇങ്ങനെ പറയാണ്, അവളെ 2.5 ലിറ്റർ പാൽപ്പായസമാണ് അമ്മേ അവിടെ അമ്പലത്തിൽ കൊടുത്തിരിക്കുന്നത്, ആ പായസമാണ് അവൾ അമ്പലത്തിൽ കൊടുത്തിട്ട് കൊണ്ടുവരുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സാരമില്ല മോളെ, കൊണ്ടുവരട്ടെ, ആ പായസത്തിലാവുമ്പോൾ നമുക്ക് ഇരട്ടി വിഷം അതിൽ ചേർത്തിയാലും മധുരം ഉണ്ടാവും എന്നാണല്ലോ വൈദ്യർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ആ പാൽപ്പായസത്തിൽ തന്നെ കൊടുക്കാം, അതിന് യാതൊരു മാറ്റവും. ഇവിടെ വെച്ച ഭക്ഷണത്തിലാവുമ്പോൾ അതൊരു പ്രശ്നമാണല്ലോ, അപ്പോൾ അവർക്ക് സംശയം ഉണ്ടാകും. ഇതാവുമ്പോൾ പുറത്തു നിന്നുള്ള ഭക്ഷണമാണല്ലോ, അതിലൊരു സംശയം ഉണ്ടാകില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കരുണയെ ഇങ്ങനെ സ്നേഹത്തോടു കൂടിയിട്ട് അവർ തലോടിക്കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഉറക്കുന്ന പോലെ കരുണയെ ഇങ്ങനെ ഉറക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അവർ രണ്ടുപേരും മുത്തശ്ശിയും പ്രതാപനും കൂടി പറയുന്നുണ്ട്, ഏതായാലും ശരി അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ അവളെയും ഇല്ലാതാക്കണം, അടുത്ത വർഷം അവൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി അവളുടെ പിറന്നാളും അവളുടെ മകളുടെ മരണവും ആണ്ട് തികയിലും ഒരു ദിവസമായി നമുക്ക് ആഘോഷിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. പറയുന്നതിന് സ്വന്തം അനിയത്തിയായ കരുണയും കൂടി കൂട്ടുനിൽക്കുകയാണ്. പിന്നീട് നമുക്ക് കാണുന്നത് വാമദേവൻ്റെ അടുത്ത് വന്നിട്ട് മേഘം കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അവൾ ഇങ്ങനെയാണ് അച്ഛ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളെ സ്നേഹത്തോടെ കൂടി അവളെ നീ വിളിച്ചിട്ട് വരാൻ നോക്കി, എങ്കിൽ മാത്രമേ നിനക്ക് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നു. അച്ഛ അവൾ എന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് സ്നേഹിച്ചിരുന്നവളാണ്, ഒരിക്കലും അവൾ ഇനി അവൻ ഉപേക്ഷിച്ചെങ്കിൽ കൂടി അവൾ എന്നെ കെട്ടില്ല, അവൾ വരില്ല, അത്രയും ഉറപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അവനെ കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എങ്ങനെ വരും, നീ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുകയും അതിലൊരു കുഞ്ഞുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏത് പെണ്ണാടാ വരിക, ഒരിക്കലും വരില്ല. ഇന്ന് കാലത്തെ പെൺകുട്ടികളൊന്നും അത്രയും ചീപ്പായിട്ടിരിക്കണില്ല, നിൻ്റെ കഴിവേടും കൊണ്ട് തന്നെയാണ് അവൾ നിന്നിൽ നിന്നും പോയത് എന്നിങ്ങനെ പറയണം. അച്ഛനും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ നോക്കാതെ എന്നിങ്ങനെ മേഘനാഥ വാമദേവനോട് പറയണം കേട്ടോ. അതേസമയം ആശുപത്രിയിൽ അനന്തവും മാർക്കോയും എല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ണൻ പെട്ടെന്ന് തന്നെ പറയണം, എടാ എൻ്റെ കാലിലേക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് സർക്കുലേഷനും എല്ലാം വരുന്നുണ്ട്. അതേസമയം എന്തോ എനിക്ക് പെട്ടെന്ന് നടുവിനെല്ലാം ഒരു ശരിയായ പോലെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്കിതാ എഴുന്നേൽക്കാൻ പറ്റും തോന്നുന്നടാ എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. എഴുന്നേറ്റ് നടക്കുകയാണ്. അത് കാണുമ്പോൾ മാർക്കോയ്ക്കും അനന്തപുരം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതേസമയം ഇന്ന് അവർ എന്തായാലും പിറന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിറന്നാൾ കൂടാൻ പോകുമ്പോൾ അവരെ ഒരുപാട് കളിയാക്കുകയാണ്. കണ്ണനെ വീൽ ചെയറിൽ ഇരുന്നിട്ടാണല്ലോ വരുന്നത് പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മുടെ കണ്ണൻ ഇന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അവരുടെ സപ്തനാഡികളും തളർന്നു പോകുന്നത്.